സഹ്യസാനുക്കളെ ചൈതന്യധന്യമാക്കുന്ന പുണ്യ തീർത്ഥാടന കേന്ദ്രത്തിൻ്റെ ആവിർഭാവത്തിനിടയാക്കിയ പുരാവൃത്ത കഥകളും പുരാണ പശ്ചാത്തലവും ചെന്നെത്തുന്നത് ദക്ഷൻ നടത്തിയ യാഗത്തിൻ്റെ അനുസ്മരണത്തിലേക്കാണ്. കൈലാസമറിയാതെ കൈവഴികൾ പിരിയാതെ കൈവന്ന ഭാഗ്യമീ പുണ്യതീർത്ഥം മാവലി ദേവി വാങ്മയി. ഓളത്തിൽ താളത്തിൽ ത്രിമൂർത്തികളുടെയും പരാശക്തിയുടെയും 30 മുക്കോടി ദേവതകളുടെയും സങ്കേത സ്ഥാനവും തൃശിരസിൻ്റെ തപോവന ഭൂമിയുമായ തൃച്ചെറുമന്ന എന്ന കൊട്ടിയൂരിൽ ദക്ഷയാഗ സംഭവങ്ങളുടെ ഓർമ്മ പുതുക്കലാണ് വൈശാഖ മഹോത്സവം. കൈവഴികൾ പിരിയാതെ കൈവന്ന ഭാഗ്യമീ പുണ്യതീർത്ഥം മാവലി ദേവി വാങ്മയി. പ്രകൃതിയും മനുഷ്യനും ഭൂതഗണങ്ങളും ദേവഗണങ്ങളും ഒന്നിക്കുന്ന വൈശാഖ മഹോത്സവം യാഗസമാനമായ ഒരു മഹായജ്ഞം. പുരാണപ്രസിദ്ധമായ ദക്ഷയാഗ കഥയുടെ പശ്ചാത്തലത്തിലാണ് തീർത്ഥാടന കേന്ദ്രമായ അക്കരെ കൊട്ടിയൂരിൻ്റെ ഐതിഹ്യങ്ങൾ ഇതൾ വിരിയുന്നത്. ദക്ഷപ്രജാപതി ശിവഭഗവാനോടും ശിവപത്നിയും സ്വപുത്രിയുമായ സതീദേവിയോടുമുള്ള ആ വിദ്വേഷം നിമിത്തം അവരെ മാത്രം ക്ഷണിക്കാതെ 14 ലോകത്തെയും ക്ഷണിച്ച് വിപുലമായൊരു യാഗം നടത്തി. ആ യാഗത്തിൽ സ്നേഹാധിക്യം കൊണ്ട് ക്ഷണിക്കാതെ എത്തിയ സതീദേവിയെ അപമാനിക്കുകയും സതീദേവി ആ യാഗവേദികയിൽ ദക്ഷൻ്റെ അപമാന വാക്കുകളാൽ മനം തൊന്ന് ദേഹത്യാഗം ചെയ്യുകയും ചെയ്തു. ഇതിൽ ക്രുദ്ധനായ മഹാദേവൻ തൻ്റെ ഭൂതഗണങ്ങളെ കൊണ്ട് ആ ദക്ഷയാഗത്തെ ധ്വംസിക്കുകയുണ്ടായി. ഭഗവാൻ ദക്ഷാധ്വരനാശകനായി. സതീദേവി ദേഹത്യാഗം ചെയ്ത ആ സങ്കേതത്തിൽ ഭഗവാൻ സ്വയംഭൂവായി പിൽക്കാലത്ത് സാന്നിധ്യം ചെയ്യുകയുണ്ടായി. ഭഗവാന്റെ ആ സ്വയംഭൂ സാന്നിധ്യമാണ് ഇന്ന് ലോകമെങ്ങുമുള്ള ഭക്തജനങ്ങളെ ഈ കൊച്ചു ഗ്രാമത്തിലേക്ക് ആകർഷിച്ചു കൊണ്ടിരിക്കുന്നത്. തീർത്ഥാടക ലക്ഷങ്ങൾ അനുനിമിഷം വർദ്ധിച്ചുകൊണ്ടുവരുന്ന ഈ തീർത്ഥാടന സങ്കേതത്തിന് പിന്നിൽ പുരാണപ്രസിദ്ധമായ ദക്ഷയാഗ കഥയുടെ പശ്ചാത്തലമാണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. 18 മഹാപുരാണങ്ങളിൽ 13ാമത്തേതായ സ്കന്ദപുരാണം തുടങ്ങുന്നത് ദക്ഷ ശിവവൈരത്തിൻ്റെ കഥയുമായാണ്. നൈമിഷാരണ്യത്തിൽ ശൗനകാദി മുനികൾ തുടങ്ങിയ ദീർഘസത്രത്തിലേക്ക് എത്തിച്ചേർന്ന വ്യാസശിഷ്യൻ രോമഹർഷണൻ ശിവമാഹാത്മ്യം വിവരിച്ചു കൊടുക്കുകയാണ്. അതിൽ ആദ്യ സംഭവം തന്നെ ദക്ഷകോപമാണ്. പാദങ്ങൾ കഴുകും തൊഴിയല്ലേ, പാപങ്ങൾ പോക്കും ദേവിയല്ലേ, പാദങ്ങൾ കഴുകും തോഴിയല്ലേ. പണ്ടൊരിക്കൽ നൈമിഷാരണ്യത്തിൽ ദക്ഷപ്രജാപതി എത്തിയപ്പോൾ അവിടെ സന്നിഹിതരായിരുന്ന ദേവന്മാരെല്ലാം എഴുന്നേറ്റ് വണങ്ങി, ശിവൻ ഒഴികെ. അപമാനിക്കപ്പെട്ടതായി തോന്നിയ പ്രജാപതി കുപിതനായി ശപിക്കുകയാണ്. ഭൂതപ്രേത പിശാചുകളോടൊപ്പം നടക്കുന്നവനും ചുടുകാട്ടിൽ താമസിക്കുന്നവനുമായ ഇവൻ എന്നെ കണ്ടിട്ടും എഴുന്നേറ്റ് വണങ്ങുന്നില്ല. പാപിയായ ഇവനെ ശപിക്കുന്നു. ഇവൻ യാഗങ്ങളിൽ നിന്ന് ബഹിഷ്കൃതനാവട്ടെ. ആ ശാപവചസ്സുകൾ കേട്ട് കുപിതനായ നന്ദികേശ്വരൻ തിരിച്ച് ദക്ഷനെയും ബ്രാഹ്മണരെയും ശപിക്കുകയാണ്. എന്നാൽ ശിവൻ നന്ദിയെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കുകയും തത്വജ്ഞാനം കൊണ്ട് ക്രോധാദികളെ ജയിക്കണമെന്ന് ഉപദേശിക്കുകയുമാണ്. ഒരു തുള്ളി അറിയാതെ തൊട്ടുപോയാൽ പാരിൽ മറ്റൊരു പുണ്യമുണ്ടോ? ദക്ഷപ്രജാപതി തൻ്റെ പ്രൗഢിക്കിണങ്ങും വിധം ഒരു മഹായാഗം നടത്തുകയാണ്. കനകലം എന്ന സ്ഥലത്ത് നടക്കുന്ന ആ യാഗത്തിലേക്ക് ശിവന് മാത്രം ക്ഷണമില്ല. ബ്രഹ്മാവും വിഷ്ണുവും ദിക്പാലകന്മാരുമെല്ലാം സന്നിഹിതരായിട്ടും ശിവനെ കാണാഞ്ഞ് പലരും പറഞ്ഞു. സർവവും മംഗളമാക്കുന്ന ശിവൻ ഇവിടെ ഇല്ലാത്തതിനാൽ എല്ലാം വിഫലമാകുമെന്നതുപോലെ തോന്നുന്നു. ഇപ്പോൾ തന്നെ കൈലാസത്തിൽ പോയി ശിവനെയും സതിയെയും ആനയിക്കേണ്ടതാണ്. അപ്പോൾ പരിഹാസ ചിരിമുഴുക്കിക്കൊണ്ട് ദക്ഷൻ പറഞ്ഞത്, ബ്രഹ്മാവും വിഷ്ണുവും ദേവേന്ദ്രനുമെല്ലാം ഇവിടെ സന്നിഹിതരായിട്ടുണ്ട്. രുദ്രനെ കൊണ്ട് ഇവിടെ ഒരു കാര്യവുമില്ല. എൻ്റെ പിതാവ് ബ്രഹ്മാവ് കൽപ്പിച്ചതുകൊണ്ടാണ് മകളെ ആ നിന്ദ്യന് വിവാഹം ചെയ്തു കൊടുത്തത്.
അവൻ ദുഷ്ടനും അഹങ്കാരിയുമാണ്. ഈ വാക്കുകൾ അസഹ്യമായതിനാൽ ദദീജി മഹർഷി യാഗം ബഹിഷ്കരിച്ച് ഇറങ്ങിപ്പോയി. ദക്ഷ നിർദ്ദേശാനുസരണം യാഗം തുടങ്ങി. കൂട്ടുകാരികളോടൊപ്പം കളിച്ചു നടക്കുകയായിരുന്ന ദാക്ഷായണി തൻ്റെ പിതൃഗൃഹത്തിലെ വിശേഷം കേട്ടറിയുകയും ഉടനെ ഭർത്തൃസന്നിധിയിലേക്ക് ഓടുകയുമായിരുന്നു. ക്ഷണിക്കാത്ത യാഗത്തിന് പോകുന്നത് അപമാനമാണെന്ന് ശിവൻ പറഞ്ഞിട്ടും സതി വാശി വിട്ടില്ല. ക്ഷണിക്കാത്തതിന് കാരണമറിഞ്ഞേ തീരൂ എന്ന ശാഠ്യത്തോടെ സതി നന്ദിയുടെ പുറത്തു കയറി കനകലത്തിലേക്ക് പുറപ്പെട്ടു. ബ്രഹ്മാവിൻ്റെ മാനസപുത്രിയും ബ്രഹ്മനിർദ്ദേശത്താൽ ദക്ഷൻ്റെ പുത്രിയുമായി തീർന്ന സതി യാഗവേദിക്കടുത്തെത്തി. ദക്ഷനെയും ബ്രഹ്മാവിനെയും കണ്ടു. ക്ഷണിക്കാത്തതിൽ കുപിതയായ ദാക്ഷായണി കടുത്ത വാക്കുകളോടെ പ്രതിഷേധവും സങ്കടവും അറിയിച്ചു. നിനക്ക് വേണമെങ്കിൽ ഇവിടെ നിൽക്കാം, ഇല്ലെങ്കിൽ യാഗഭൂമി വിട്ടുപോകാം. ക്ഷണിക്കാൻ മാത്രം നിലവാരമില്ലാത്തവനായതിനാലാണ് ശിവനെ ക്ഷണിക്കാതിരുന്നത് എന്ന് നീരസത്തോടെ പ്രജാപതിയുടെ മറുപടി. ഭർത്താവിനെ പിതാവ് നിന്ദിക്കുന്നത് തുടർന്നപ്പോൾ അഗ്നിയിലേക്ക് എടുത്തു ചാടി ജീവത്യാഗം ചെയ്യുകയായിരുന്നു സതി. സതിയോടൊപ്പമുണ്ടായിരുന്ന ഭൂതഗണങ്ങളും യാഗഭൂമിയിൽ ജീവത്യാഗം ചെയ്തു. നാരദനിൽ നിന്ന് വിവരങ്ങളെല്ലാം മനസ്സിലാക്കിയ ശിവൻ തൻ്റെ ജട പറിച്ചെറിഞ്ഞ് വീരഭദ്രനെ സൃഷ്ടിച്ചു. കാളിയെയും ഭൂതഗണങ്ങളെയും സൃഷ്ടിച്ചു. വീരഭദ്രൻ ദക്ഷയാഗം നശിപ്പിക്കാൻ പുറപ്പെട്ടു. ഭൂമിയും ആകാശവും നിറഞ്ഞു കവിഞ്ഞ് ശിവൻ്റെ സേന എത്തിയപ്പോൾ തടയാൻ ദേവന്മാരോട് കേണപേക്ഷിക്കുകയാണ് ദക്ഷൻ. ശിവഭൂതഗണങ്ങളും ദേവന്മാരും തമ്മിൽ ഘോര യുദ്ധമാണ് നടന്നത്. യാഗരക്ഷക്കായി വിഷ്ണു തന്നെ ഒരു ഘട്ടത്തിൽ വീരഭദ്രസേനയെ എതിരിട്ടെങ്കിലും ജയിക്കാനായില്ല. ദേവന്മാർ തോറ്റോടി. യാഗനേതൃത്വമുള്ള ഭൃഗു മഹർഷിയെ വീരഭദ്രൻ വലിച്ചിഴച്ച് താടിരോമങ്ങൾ പറിച്ചെറിഞ്ഞു. ദക്ഷൻ്റെ തല ഞെരിച്ച് പിഴുതെടുത്ത് യാഗാഗ്നിയിൽ വലിച്ചെറിഞ്ഞു. പുത്രനായ ദക്ഷൻ്റെ ദുരന്തത്തിലും യാഗവിഘ്നത്തിലും ദുഃഖിതനായ ബ്രഹ്മാവ് ദേവന്മാരോടൊപ്പം കൈലാസത്തിലേക്ക് കുതിച്ചു. ശിവപാദങ്ങളിൽ നമസ്കരിച്ച് സ്തുതിക്കുകയും ദുഃഖശാന്തി വരുത്തണമെന്ന് പ്രാർത്ഥിക്കുകയുമാണ്. ദക്ഷയാഗം നശിപ്പിച്ചത് താനല്ല, ദക്ഷൻ്റെ തന്നെ ദുഷ്പ്രവൃത്തിയുടെ ഫലമാണെന്നതും ശിവൻ പറഞ്ഞു. മറ്റുള്ളവരെ ദുഃഖിപ്പിക്കുന്നവൻ സ്വയം ദുഃഖിക്കേണ്ടി വരുമെന്ന് കൂടി വ്യക്തമാക്കിയ ശേഷം ബ്രഹ്മാവിനോടൊപ്പം ശിവൻ ദക്ഷയാഗ ഭൂമിയിലേക്ക് പുറപ്പെട്ടു. ദക്ഷൻ്റെ ശവശരീരം കൊണ്ടുവരാൻ ശിവൻ വീരഭദ്രനോട് കൽപ്പിച്ചു. തല അഗ്നിക്കിരയാക്കിയെന്നും പകരം പശുവിൻ്റെ തല, അതായത് യാഗപശുവിൻ്റെ തല വെച്ചു കൊടുക്കാമെന്നും വീരഭദ്രൻ്റെ വിശദീകരണം. അങ്ങനെ യാഗപശുവിൻ്റെ ശിരസ്സോടെ ദക്ഷന് പുനർജന്മം. നിദ്രയിൽ നിന്നുണർന്നിട്ടെന്ന പോലെ ദക്ഷൻ മുമ്പിൽ നിൽക്കുന്ന ശിവനെ സ്തുതിച്ചു. ജ്ഞാനിയായിത്തീർന്ന് സുഖമായി വാണുകൊള്ളൂ എന്നാണ് ശിവൻ ദക്ഷനെ ഉപദേശിച്ചത്. 3 ഭാഗവും ജലം, 100 വർഷം മനുഷ്യ ശരീരം സംസ്കരിച്ചിട്ടില്ലാത്ത സ്ഥലം, അവിടെ ജൈവസമ്പത്താൽ സമ്പൂർണ്ണമായ സ്ഥലം. അത് ഈ 3 ഭാഗവും ജലത്താൽ ചുറ്റപ്പെട്ടാൽ തന്നെ ആ ഭൂമി ജൈവസമ്പത്താൽ സമ്പൂർണ്ണമാണ്. അത് ഉറപ്പാണ്. ഈ 3 മാസത്തിൽ വളം നിങ്ങൾ അവിടെ വരുന്നുണ്ട്. അപ്പം അങ്ങനത്തുള്ള സ്ഥലമാണ് ഈ യാഗത്തിന് തിരഞ്ഞെടുത്തത്. അത് ആദ്യം മനസ്സിലാക്കണം. പിന്നെ അവിടെ വരുന്നത് തികച്ചും വ്യത്യസ്തമാണ്. വരുന്നയാൾ ഹരിഗോവിന്ദ എന്ന് വിളിച്ചിട്ടാണ് വരുന്നത്. ശിവക്ഷേത്രത്തിലേക്കാരും ഹരിഗോവിന്ദ എന്ന് വിളിച്ചിട്ട് വരുമോ? ഇത് ശിവൻ ഇല്ലായിരുന്നു, വിഷ്ണു മാത്രമേ തുറന്നുള്ളൂ. ഈ യാഗത്തിന് വരുന്ന കുളിച്ച് വരുന്ന ആള് കംപ്ലീറ്റ് ദക്ഷൻ്റെ പ്രജകളാണ്. ദക്ഷൻ്റെ രാജാക്കന്മാരായിരിക്കുന്നവരും മറ്റുള്ള പ്രജകളാണ് വരുന്നത്. അവരാണ് ഈ ഹരിഗോവിന്ദ വിളിച്ചിട്ട് വരുന്നത്. അങ്ങനെ ഒരു സ്ഥലമാണിത്. ശിവസഹസ്രനാമത്തിൽ പറയുന്നത് പോലെ ദക്ഷാധ്വരനാശകനായ ശ്രീ പരമേശ്വരൻ എങ്ങനെയാണോ ദക്ഷൻ്റെ അഹങ്കാരമാകുന്ന തലയറുത്ത് ജ്ഞാനത്തിൻ്റെയും വിനയത്തിൻ്റെയും ശിരസ് നൽകിയത്, അതുപോലെ വൈശാഖ മഹോത്സവത്തിനെത്തുന്ന ഓരോരുത്തരുടെയും അജ്ഞതകളും അഹങ്കാരങ്ങളും നീക്കി ശ്രീ കൊട്ടിയൂർ പെരുമാൾ ഈ യാഗഭൂമിയിൽ
ഭക്തമനസ്സുകളിൽ അനുഗ്രഹവർഷം ചൊരിയുന്നു. ശാഖോത്സവം വിരുന്നു വന്നു, വാടാതോടപ്പു നിരന്നു, വാളും തീയും വന്നണഞ്ഞു, വാവലി വാമയി കര കവിഞ്ഞു. Relax. Redefine yourself. Green Planet Hotel, near Kannur Airport, Mattannur.